സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്തായാലും സാറിന്റെ അമ്മയെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓർമ്മ ഷെയർ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മ എന്ന് പറയുന്ന പ്രയോഗം തന്നെ പ്രപഞ്ചമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അതെ. അമ്മ മരിച്ചിട്ട് 60 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഞാൻ തന്നെയാണ് ചടങ്ങുകളൊക്കെ ചെയ്തതും. ഒരുപാട് പറയാൻ പറ്റുന്നില്ല. വേറൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അമ്മ ദൈവമാണോ അതിനും മേലെയാണോ? ദൈവത്തെ പോലെ ഇപ്പുറത്താ പറഞ്ഞത്, മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർവവും നമ്മളെ പ്രപഞ്ചം സർവസ്വവും നമ്മുടെ അമ്മയാണ്. അമ്മ ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ ഈ മക്കളെല്ലാം ഒന്നിക്കുന്നത് എവിടെയാണ്, ഏത് ദിവസമാണ്? ഞങ്ങൾ 16 കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് സഹോദരൻ ഞങ്ങൾ 6 പേരിൽ മൂത്ത ആളാണ്. അപ്പോൾ എന്നെ എല്ലാവരും വലിയേട്ടാന്നാണ് വിളിക്കുന്നത്. ഈ വലിയേട്ടനോട് ചോദിച്ചൊരു ചോദ്യം, നമ്മളിനി എങ്ങനെ, മറ്റൊന്ന് അമ്മയുള്ളപ്പോൾ അമ്മയെ തേടി ചെന്നൈയിൽ നിന്ന് അനിയത്തി വരും, നെയ്വേലിയിൽ നിന്ന് അനിയത്തി വരും, ഞങ്ങൾ എവിടെയെങ്കിലും ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുമൊക്കെ അവിടെ ഓടിയെത്തും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി നമ്മളെല്ലാം ഒരുമിച്ച് എന്നാണ് കാണുന്നത്, എവിടെയാണ് കാണുന്നത് എന്നുള്ള അതാണ് അമ്മ. അതായത് നമ്മളെല്ലാം കൂട്ടിയിണക്കുന്ന ഏറ്റവും വലിയൊരു കണ്ണിയാണ് അമ്മ. ആ അമ്മ പോയി. അപ്പോൾ ഈ യുവതലമുറയിലെ കുട്ടികൾ അവിടെ ഇരിക്കുന്ന കുട്ടികളുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് സ്നേഹമില്ല, അച്ഛന് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുന്ന തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ. ഞങ്ങൾ 6 മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചില ദിവസം കപ്പ മരിച്ചിനി പുഴുങ്ങി വെച്ചേക്കും, അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങി ശർക്കര ഇട്ട് വെച്ചേക്കും. എടുത്ത് തിന്നുകൊണ്ട് പോകാനാണ് പറയുന്നത്, അല്ലാതെ കൊണ്ടൊന്നും വായിലൊന്നും വെച്ച് തരത്തില്ല. അപ്പോൾ ചിലപ്പോൾ അനിയത്തി എങ്ങാനും കയറി പോകണം, എനിക്ക് ഇത് വേണ്ട, എനിക്ക് കപ്പ വേണ്ട. ഉടനെ അമ്മ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. അതായത് മരിച്ചിനി ഇളക്കുന്ന ഒരു സാധനമുണ്ട്, നിങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണൂരൊക്കെ എന്ത് പറയുന്നത് എനിക്കറിയില്ല, തുടുപ്പെന്ന് പറയും. തുടുപ്പ്, അതായത് അതല്ല, തവിയല്ല. അതായത് ഈ മടലിൽ നിന്ന് വെട്ടി ഉണ്ടാക്കി എടുത്ത് ഏകദേശം ഇത്ര നീളം വരും. അമ്മ പറയും തുടുപ്പെടുക്കും. ഞാൻ ഈ തുടുപ്പെടുക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ വിരട്ടി സ്നേഹിച്ച അമ്മയാണ് ഞങ്ങൾ 8 കൊല്ലം കൊണ്ട് ട്രീറ്റ് ചെയ്ത് ഈ 60 ദിവസം മുമ്പ് മരിച്ചുപോയ അമ്മ. ഇവിടെ ഇരിക്കുന്ന മക്കൾ, ഈ കുഞ്ഞുങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്, ഇന്ന് തുടുപ്പില്ല, തുടുപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്കാകെ അറിയാമെന്നുള്ളത് ഈ അമ്മയ്ക്ക് സ്നേഹമില്ല, അച്ഛന് സ്നേഹമില്ല, അങ്ങനെ പറയരുത്. അച്ഛനും അമ്മയ്ക്കും മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. മക്കളല്ലാതെ പിന്നെ എന്താണ് അവർക്ക്? അപ്പം അതാണ് എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത്. അമ്മ, അച്ഛൻ, സഹോദരൻ, അധ്യാപകൻ, ദൈവം. സൂപ്പർ അമ്മയും മകളും.